ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജെജു ഐലൻഡിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെജുവിലെ ഫസ്റ്റ് ഡേ ആണിന്ന്. ഞങ്ങളിവിടുത്തെ യാഹ ടൂർസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അവിടെ പിക്കപ്പ് സ്പോട്ട് എന്ന് പറയുന്നത് ജെജു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമുക്കിവിടുന്ന് ഹോട്ടലിൽ നിന്ന് അവിടേക്കൊരു ടാക്സി എടുത്തിട്ട് പോകണം. പിന്നെ ഏകദേശം ഒരു 5 മിനിറ്റ്സ് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ യാഹ ടൂസിന് 3 പാക്കേജുകളാണുള്ളത്. അതായത് വെസ്റ്റ് സൈഡ്, ഈസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ് എന്നിങ്ങനെ 3 പാക്കേജുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഐലൻഡ് ഒരുവിധം ഫുള്ളായിട്ട് കാണണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ 3 സൈഡും ചേർത്തിട്ടുള്ള പാക്കേജാണ് എടുത്തത്. അപ്പോൾ അതിന് ഏകദേശം $85 പെർ ഹെഡ് ആയിരുന്നു കോസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ജെജു ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പാർക്കിംഗ് പ്ലാസയിലാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് കിടപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ബസ്. അപ്പോൾ ഞങ്ങളിനി ബസ്സിലേക്ക് കയറുകയാണ്. ഇന്ന് നമ്മൾ ഈ ഐലൻഡിൻ്റെ സൗത്ത് സൈഡാണ് കവർ ചെയ്യുന്നത്. അതിൽ കുറച്ച് വാട്ടർഫോൾസും പാർക്ക്, അതുപോലെ ലോൺലി റോക്ക്, പിന്നെ ഒരു മ്യൂസിയം, ഇല്യൂഷൻ മ്യൂസിയം, ഇത്രയുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഈ ജെജു സിറ്റിയുടെ ഔട്ടർ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ വാട്ടർഫോൾസും പാർക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതാ കാണുന്നതാണ് ജെജു ട്രഡീഷണൽ ഹോഴ്സ്. അത് ആക്ച്വലി അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പോണീനെ പോലെയാണ് തോന്നുക. നോർമൽ ഹോഴ്സിനെ പോലെയല്ല. ഇതൊരു കുറച്ച് ഹൈറ്റൊക്കെ കുറഞ്ഞ് അതിൻ്റെ ശരീരത്തിന് കുറച്ച് വലുപ്പമൊക്കെ കൂടുതലുള്ള ഒരു ടൈപ്പ് ഹോഴ്സാണിത്. അങ്ങനെ നമ്മൾ ജെജുവിലെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ 90% ആളുകളുടെയും മെയിൻ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് ജെജു ഓറഞ്ച്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങളത് കഴിച്ചിരുന്നു. അതുപോലെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സ്വീറ്റ്സ്, ക്യാൻഡിയൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. നമ്മൾ ആദ്യം പോകുന്നത് വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ 3 വാട്ടർഫോൾസാണ് ഇന്നത്തെ നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ജോങ്ബാങ് വാട്ടർഫോൾസിലേക്കാണ്.
ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ജോങ്ബാങ് വാട്ടർഫോൾസ്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. ഈ തറയിൽ കാണുന്ന കല്ലുകളൊക്കെ ലാവ റോക്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇവരിവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ലാവ റോക്സ് ആണ്. ഇവിടെ കുറേ സ്റ്റെയർസ് ഉണ്ട്. അപ്പോൾ ഇതിറങ്ങി വേണം നമ്മൾ വാട്ടർഫോൾസിലേക്ക് എത്താൻ. അവിടെ ദൂരെ കാണുന്നതാണ് ഈ ജോങ്ബാങ് വാട്ടർഫോൾസ്. ഇത് ഏഷ്യയിലെ തന്നെ കടലിലേക്ക് പതിക്കുന്ന ഒരേ ഒരു വാട്ടർഫോൾസ് ഇതാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഈ സ്റ്റേഴ്സ് ഇറങ്ങി വേണം നമുക്ക് താഴെ എത്താൻ. അപ്പോൾ ഇത് ഫുള്ള് സ്ലിപ്പറിയാണ്. ഈ സമയത്ത് ഒരു ടൈഫൂൺ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം മഴയുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഈ കല്ലുകളൊക്കെ നനഞ്ഞു കിടക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം താഴേക്ക് ഇറങ്ങി പോവാൻ. ഇതിവിടുത്തെ ഫിഷർമാനാണ്. ഇവർ ഈ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് തരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഇത് കുറേ താഴോട്ട് ഇറങ്ങുന്നതല്ലാതെ എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മുകളിൽ നോക്കിയപ്പം ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ എന്ന് തോന്നി. പക്ഷേ ഇവിടെ സ്നേക്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കാടായതുകൊണ്ട് വിഷപ്പാമ്പുകളുടെ ശല്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈസ്റ്റ് ചൈന സീ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇതാണ് നമ്മുടെ ജോങ്ബാങ് വാട്ടർഫോൾസ്. ഇതിന് ഏകദേശം 23 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതുപോലെ വിഡ്ത്ത് ഒരു 8 മീറ്ററാണ്.
ഓക്കെ, നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോവാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും മുകളിലെത്തി. നമ്മുടെ ബസ്സാണ് കിടക്കുന്നത്. അപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതൊരു മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഈ സീഷോറിൻ്റെ സൈഡിൽ കൂടി ഒരു വാക്ക് വേ ഉണ്ട്. നമുക്ക് അതിൽ കൂടെ നടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ സീനറീസൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടേക്ക് പോവാം. ഇതാണ് ആ വാക്ക് വേ. ഇത് കംപ്ലീറ്റ് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇതിൽ തന്നെ പല ഡയറക്ഷനിലേക്കുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്ക് സ്റ്റെയറുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ കയറി ഇരിക്കാൻ പറ്റും. ഇവിടെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമുക്കിവിടെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ ഒരു ബോർഡുണ്ട്, പക്ഷെ അത് കൊറിയനിലാണ്. അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്. പണ്ട് കൊറിയ ജപ്പാൻ്റെ കൺട്രോളിലായിരുന്ന സമയത്ത് ഈ ഏരിയയിലുണ്ടായിരുന്ന ജപ്പാൻ്റെ സോൾജിയേഴ്സൊക്കെ അവരുടെ സ്വിമ്മിംഗ് പൂളായിട്ടാണ് ഇതിനെ യൂസ് ചെയ്തിരുന്നത്. കാണുന്നതൊക്കെ ലാവ റോക്സ് ആണ്.
ഈ ഏരിയയുടെ പ്രത്യേകത ഇവിടെ കുറേ ഒറ്റപ്പെട്ട റോക്സ് ഉണ്ട്. അപ്പോൾ പണ്ട് ഈ ജപ്പാൻ ഈ കൊറിയ ആക്രമിക്കാൻ വന്ന സമയത്ത് കൊറിയയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് US നേവിയാണ്. അപ്പോൾ അവർ ഈ റോക്കുകളിലൊക്കെയാണ് അവരുടെ ക്യാമ്പ് സെറ്റ് ചെയ്തിരുന്നത്. ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയത്. ആക്ച്വലി കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നമ്മൾ അത്രയും ടയർഡ്നെസ് അറിയില്ല. കാരണം ഒരു സൈഡിൽ കടലും ഇപ്പുറത്തെ സൈഡിൽ കാടുമാണ്. അപ്പം അതിനിടയിൽ കൂടെയാണ് നമ്മൾ ഈ നടന്നു വരുന്നത്. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഈ ടയർഡ്നെസ് ഒന്നും നമ്മൾ അറിയില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് സ്വഗിപ്പോ സിറ്റി എന്നാണ്. ഇവിടുത്തെ വിസ്തീർണം, അതുപോലെ കടലിലും കരയിലുമായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ബോർഡിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ പറയുന്നുണ്ട് ഏകദേശം 76 ടൈപ്പ് പവിഴപ്പുറ്റുകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ജെജുവിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടാണിത്. വൊഡോൾഗെ റോക്ക് അല്ലെങ്കിൽ ലോൺഗ്ലി റോക്ക് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. 1.5 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ പാറ ഏകദേശം 20 മീറ്റർ ഹൈറ്റിലാണ് സീ ലെവലിൽ നിന്നും മുകളിലേക്ക് കാണപ്പെടുന്നത്. ഈ ഒഡോൾഗയെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട്. അതിലൊന്ന്, കടലിൽ പോയ തൻ്റെ ഭർത്താവിനെ കാത്തിരുന്ന ഒരു വൃദ്ധ തൻ്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മനസ്സിലാക്കി ഒരു പാറയായി മാറി എന്നതാണ്. ഇവിടുത്തെ ഒരു ഷോപ്പാണ്. പലതരത്തിലുള്ള ഡ്രൈഡ് ഫിഷസിന്റെ മീറ്റാണിത്. ഇത് നാച്ചുറൽ ലാവാ റോക്ക് കൊണ്ടുണ്ടാക്കിയ പമിൽ സ്റ്റോൺ ആണ്. ഇത് ഈ ജെജു ഐലൻഡിന്റെ ഭൂപടമാണ്. ഇവിടെ നമ്മളിനി പോകുന്നത് ജങ്മുൻ ആൻഡ് ഡീപ്പോ കോസ്റ്റൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന
കോളംനാർ ജോയിൻസ് കാണാനുണ്ട്. ഈ സ്ഥലത്തിൻ്റെ റൂട്ട് ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ കോളംനാർ ജോയിൻസ്. സോ ഇനി നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് നടക്കാം. ഈ ബ്ലൂ കളർ ഷർട്ട് ഇട്ട ചേട്ടനാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ ആൾക്ക് ഇംഗ്ലീഷും കൊറിയനും അറിയാം, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതൊരു വാക്ക് വേ ആണ്. ഈ ഏരിയ മുഴുവൻ നമുക്ക് ഈ വാക്ക് വേയിലൂടെ നടന്ന് കാണാൻ സാധിക്കും. ഇത് ഓൾമോസ്റ്റ് ഈ ഏരിയ ഫുള്ള് കണക്റ്റഡ് ആണ്. ജങ്മൻ ഡേപ്പോ തീരങ്ങളിൽ 3.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ കോളംനാർ ജോയിന്റ് ഉള്ളത്. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തു വന്ന ഉരുകിയ ലാവ ശീതീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സങ്കോചം കാരണം ട്യൂബ് ഷേപ്പ് രൂപപ്പെടുകയും അത് പിന്നീട് പിളർന്ന് ബഹുഭുജ സ്തംഭങ്ങളായി മാറുകയും ചെയ്തു. ഇതിനെയാണ് കോളംനാർ ജോയിൻസ് എന്ന് പറയുന്നത്. ഈ തീരദേശ ലാവയുടെ ഉപരിതലം ഹെക്സഗണൽ ഷേപ്പിലാണ് ഉള്ളത്. ഇതിനെ ആമയുടെ തോടുമായി സാദൃശ്യപ്പെടുത്താവുന്നത് കൊണ്ട് ടോർട്ടോയിസ് ഷെൽ ജോയിന്റ് എന്നും അറിയപ്പെടുന്നു. ഈ കോളംനാർ ജോയിൻസ് രൂപപ്പെടുന്നത് ബസാൾട്ടിക് ലാവയിൽ 900 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ കോളംനാർ ജോയിൻസ് ഒരു ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് പോലെ വളരെ മനോഹരമാണ്. ഭൂമിശാസ്ത്രപരമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടും ഗവേഷണപരമായി ഈ ലാവ റോക്സിന് ഒരുപാട് സ്കോപ്പ് ഉള്ളതുകൊണ്ടും അക്കാഡമിക്കലി വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത്.
നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ കടലും വളരെ വയലൻ്റ് ആണ്. സൈക്ലോണിൻ്റെ മുന്നറിയിപ്പുള്ളത് കൊണ്ട് ഇവർ നമ്മളിവിടെ അധിക സമയം നിൽക്കാൻ അനുവദിക്കുന്നില്ല. എല്ലാവരും മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇവിടെ റൂമിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് സീ ഫുഡ്സ് ആണ്. അപ്പോൾ വെറൈറ്റീസ് ഓഫ് സീ ഫുഡ്സ് ആണിത്. പുറത്ത് നല്ല മഴയുണ്ട്, അതുപോലെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഞങ്ങൾ ഈ ഫുഡൊക്കെ എൻജോയ് ചെയ്യട്ടെ. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.